100 കൊല്ലം കൊണ്ട് പോർച്ചുഗീസുകാർ ഒഴിഞ്ഞുപോയത് എന്തുകൊണ്ട്? പറയടാ, എന്തുകൊണ്ട്? 4 ആളുടെ ത്യാഗം. കുഞ്ഞാലി 1-ാമൻ, കുഞ്ഞാലി 2-ാമൻ, കുഞ്ഞാലി 3-ാമൻ, കുഞ്ഞാലി 4-ാമൻ. കുഞ്ഞാലി 4-ാമനെ ഗോവയിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തെ കൊല്ലാനുള്ള ഉപകരണം അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് ഉണ്ടാക്കി. എന്നിട്ട് പോർച്ചുഗീസുകാർ ചോദിച്ചു, നിങ്ങളെ കൊല്ലണമെന്നില്ല, നിങ്ങൾ ഞങ്ങളോട് മാപ്പ് പറഞ്ഞാൽ മതി. ഇല്ല, ഞാൻ എൻ്റെ രാജ്യത്തെ ഈ വൈദേശികാധിപത്യത്തിന് വിട്ടുകൊടുത്ത് ഞാൻ നിങ്ങളോട് മാപ്പ് പറയില്ല, എനിക്ക് മരണമാണ് ഇഷ്ടം. അവസാനം അവർ കൊന്ന് പീസാക്കി ഉപ്പിലിട്ട് സമുദ്രക്ക് അയച്ചു കൊടുത്തു. ഒരു ജമാഅത്ത് മര്യാദക്ക് കിട്ടുന്ന ഒരു പരിസരത്തില്ല, പിന്നെ കുറെ ദൂരെ പോകണം, അതിനിപ്പോ വയ്യ. ഇന്നെന്റെ കുട്ടികൾ വന്നപ്പോ എനിക്ക് പെരുന്നാളാ. ഞാൻ വെള്ളിയാഴ്ച കരയാത്ത ഒരു ദിവസം പാർലമെന്റിലില്ല. കാരണം പാർലമെന്റ് ജുമാക്ക് വേണ്ടി പിരിയാണെങ്കിൽ 12 മണിയോ. ഞാൻ എന്റെ കുട്ടിക്കാലം മുതലേ എന്റെ വാപ്പ കൈയും പിടിച്ച് 9 മണിക്ക് എന്റെ ജുമാക്ക് കൊണ്ടുവരാം. ജുമാക്ക് പള്ളിയിൽ 9 മണിക്ക് എത്താത്ത ആയുസ് ഒരു സംഭവം എനിക്കില്ല. ഇപ്പോൾ പറ്റൂല. കാരണം എന്തെങ്കിലും ഒരു പുതിയ ബില്ല് കൊണ്ടുവരുന്നത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷമാണെങ്കിൽ അത് രാജ്യത്തിന്റെ നന്മക്കും സമുദായത്തിന്റെ നന്മക്കും എതിരായാൽ എന്റെ ജുമാ കൊണ്ട് ആ ബില്ല് പാസ്സാവും. അവിടെ ഒബ്ജക്ട് ചെയ്യാൻ ആളുണ്ടാവില്ല. ഞാൻ പലപ്പോഴും വെള്ളിയാഴ്ച ജുമാക്ക് എത്തുന്നത് 2-ാമത്തെ ഖുത്ബ തുടങ്ങിയിട്ടായിരിക്കും എന്ന് പറഞ്ഞ് കരഞ്ഞു. ഈ മനുഷ്യൻ എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ജുമാക്ക് നേരെ വൈകിയത്? പറയാൻ ആ മനുഷ്യൻ സുന്നത്ത് നിസ്കാരം പണിയില്ല, സുന്നത്തും പണിയില്ല, തലയിടുന്ന പണിയില്ല, തൊപ്പിടുന്ന പണിയില്ല. എന്നാൽ അമാനത്തൊരു പണിയാണ്, അമാനത്ത് പണിയാണ്. ഒരു കാലം വരും, ഒരു വിശ്വസ്തനെ ഒരു സദസ് അംഗീകരിക്കും. അവിടെ പറയപ്പെടും ലൈസഫീന, നമ്മളെ കൂട്ടത്തിലില്ല. ഇന്നാലെ നാട്ടിൽ ഒരു അമീനുള്ളതായി കേൾക്കുന്നുണ്ട്. കോഴിക്കോട്ടങ്ങാടിയിൽ യോഗം കൂടും, യോഗത്തിൽ തീരുമാനമൊക്കെ ആവും, എന്നിട്ട് നടപ്പിലാക്കാൻ ഒരു അമീനെ കിട്ടണം. അപ്പോൾ അവര് ഇങ്ങനെ അന്വേഷിക്കും, അൽ യൂജദ് ഫീന അമീൻ, ഒരു അമീൻ ഇവിടെ ഉണ്ടോ ഉണ്ടോ ഉണ്ടോ. അപ്പോൾ ഒരാൾ പറയും, കൊയിലാണ്ടി ഒരു അമീനുള്ളതായി കേൾക്കുന്നുണ്ട്. ആ സമയത്ത് കൊയിലാണ്ടി ഒരു യോഗം നടക്കുന്നുണ്ടോ? അവരും കടലാസിലൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ ആളാരാ? അപ്പോൾ അവർ പറയും, ഈ കൂട്ടത്തിൽ ഒരു അമീൻ ഇല്ല. കോഴിക്കോട് നോർത്തിൽ ഒരു അമീനുള്ള മാതിരി കേൾക്കുന്നുണ്ട്. ആ നോർത്തിലെ യോഗത്തിൽ നിന്നാണ് ഇപ്പൊ എന്ത് പറയുന്നത്? കൊയിലാണ്ടി അമീനുള്ളതുമായി കേൾക്കുന്നുണ്ട്. ഇത് മുത്തുനബി പറഞ്ഞതാ. ഇതാണ് കാലം. അതിനെ ജീവിപ്പിച്ചാൽ എനിക്ക് ഫർദ് നിസ്കാരം മതിയാവും. അതിനെനിക്ക് കയ്യാത്തോണ്ട് ജോട്ടടക്കാണ്. എന്ത് സുന്നത്ത് 100-ന് മുമ്പും 4 ശേഷം 4. നല്ലതല്ലേ? നല്ലതാണ്. നിങ്ങൾ അടുത്ത കേസറ്റ് ഇറക്കും, കാസിമി സുന്നത്ത് നിസ്കാരത്തിനെ നിഷേധിച്ചു. ആയിക്കോട്ടെ, എൻ്റെ വാപ്പാനോടൊന്നല്ലല്ലോ എൻ്റെ റേഷൻ കാർഡ്. അതൊക്കെ ഓട്ടടക്കുന്ന കളികളാ. എൻ്റെ അർത്ഥം സുന്നത്ത് നിസ്കാരം വേണ്ടെന്നല്ല. അതൊന്നും അല്ല. അതൊക്കെ പെണ്ണിട്ട് കഴിഞ്ഞാൽ അവിടെ ഉത്തരവാദിത്തം ഓളെ തിന്നാൻ കൊടുക്കുക, കുടിക്കാൻ കൊടുക്കുക, ഓൾക്ക് ഭക്ഷണം കൊടുക്കുക. ഇതൊരു ബാധ്യതയാണ്. ഓളെ ബാപ്പാക്ക് നെഞ്ഞുവേദന നൽകിയപ്പോൾ ആശുപത്രി കൊണ്ടുപോകുക, എന്നിട്ട് മെഡിക്കൽ കോളേജിൽ 4 ദിവസം നിൽക്കുക, അത് ബാധ്യതയല്ല. അയാൾക്ക് വേറെ മക്കളുണ്ട്, ഇല്ലെങ്കിൽ ആളെ നിർത്താൻ അയാൾക്ക് പൈസ കിട്ടും. എന്നിട്ട് ഇതുകൊണ്ട് ഓട്ടടക്കുക. മനസ്സിലായില്ല? നിങ്ങൾ എൻ്റെ കൂടെ അല്ല. 1 ഉറുപ്പ്യൻ്റെ മുതൽ ഒരു പൊരിച്ച പത്തിരിയും ചായയും വരെ ഇന്നിപ്പോൾ രാവിലെ നിങ്ങൾ ഇവിടുന്ന് കുടിച്ചല്ലോ. ആ പൊരിച്ച പത്തിരിയും ചായ വരെ ആർക്ക് വാങ്ങിക്കൊടുക്കൂല? ഓൻ്റെ ഭാര്യക്ക് വാങ്ങിക്കൊടുക്കൂല. എന്നിട്ട് അയാൾക്ക് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ പാഞ്ഞില്ല. അയാൾക്ക് വേദന ഇളകാൻ വേണ്ടി ബന്ധം അയർക്കുക. വേദന ഇളകി കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ അയാളൊപ്പം പോയി കിടക്കുക. എന്നിട്ട് കുടുംബത്തിനെ കൊണ്ട് എന്ത് ഉറപ്പിച്ച കാര്യം എന്താണെങ്കിലും കുഞ്ഞുമാനൊരു വിഷയത്തിന് ഓനെ പറ്റുള്ളൂ. ഓട്ടെടുക്ക. ഇതാണ് നമുക്ക് എൻ്റെ തറാവി. എൻ്റെ തറാവി ഇതാണ്. എൻ്റെ സ്ഥാപനത്തിൽ ദാറുൽ ഖുർആൻ ഇപ്പം ഇതിൽ കൊടുക്കേണ്ട വലിയ ബാധ്യത നിങ്ങൾക്കുണ്ടോ? ഒരു ബാധ്യതയില്ല. ഇതിനെ പൈസ കൊടുക്കണ ആവശ്യം നിങ്ങൾക്ക് സക്കാത്താണ് ബാധ്യത. ഇത് നിങ്ങൾ ഏറെ കൊടുക്കുകയാണ്. കൊടുത്തിട്ടില്ലെങ്കിലോ പൂട്ടിയിരുന്നിട്ടാ എന്ത് ഇവിടെ പൂട്ടിയിരുത്തി? ഇത് പൂട്ടിയപ്പോൾ എന്താ ആകാശം പൊളിഞ്ഞോടും? പറയണേങ്ങായി ഇത് പൂട്ടിയ ആകാശം പൊളിഞ്ഞോടൂ പറയടൂ. ഇത് ദാറുൽ ഖുർആൻ പൂട്ടി. സല്ലല്ലാഹു അലാ മുഹമ്മദ് 3 സ്വലാത്ത് നമ്മൾ ഇവിടുന്ന് പോയി. എന്നിട്ടെന്ത്
ഈ ഇസ്ലാം ദീനിനെ താങ്ങി നിർത്തുന്നത് ദാറുൽ ഖുർആന, പോയിടെ പണി നോക്കിയിട്ട്. അതേ സമയത്ത് സക്കാത്ത് എനിക്ക് വാജിബാണ്. ഇവിടെ ആളായിട്ട് ഇവിടേക്ക് ഒരു അരി കൊടുത്ത്, ഒരു ചാക്ക് അരിയുടെ കൊടുത്തിട്ട് ആളാകണ്ട. കൊടുക്കേണ്ട സക്കാത്ത് സാധുക്കൾക്കാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ചിന്തിക്ക്, ബാധ്യതയെ മനസ്സിലാക്കേണ്ടത്. ഇതൊന്നൊരു പ്രശ്നമുള്ള കാര്യമല്ലടോ. ഇതും അങ്ങനെ ഉണ്ടാക്കുക. ഇതിന് 2 ആൾക്ക് അരി 4 ആൾക്ക് അരി ഇവിടെ കൊടുക്കുക, സമ്മേളനത്തിൽ സ്റ്റേജ്മ കയറി കുത്തിരിക്കുക, എന്നിട്ട് ആളാ ഇങ്ങനെ നടക്കുക. എന്നാൽ എൻ്റെ പരിസരത്ത് പല്ലിമല നീര് മാത്രം കുടിച്ച് ഇരിക്കുന്നുണ്ട് ഒരു കുടുംബം. ആ കുടുംബത്തിന് 10 പൈസ അല്ല, അവർക്ക് എൻ്റെ സക്കാത്ത് പോയിട്ട് 10 ഉറുപ്പിച്ച് കൊടുക്കൂല. ഇന്നത്തെ ഏകദേശം മുതലാളിമാരൊക്കെ രീതി അതാണ്. മനസ്സിലാവണ്ട? ഇവൻ ഓട്ടടക്ക മോലിയേരെ മുന്നിൽ. ആ മോലിയേരല്ല പടച്ചോന്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? മോലിയേരല്ല ടിക്കറ്റ് കൊടുക്കുന്ന ആള്. മോലിയേര് ചുക്കുമല്ല, മോലിയേർ തന്നെ ടിക്കറ്റ് ഇല്ലാതെ ഇടങ്ങാറായി കുതിർക്കുകയാണ്. മോലിയർക്കും നാടനും ടിക്കറ്റ് ആര് കൊടുക്കണം? അള്ളാഹു കൊടുക്കണടാ. എന്ത് മോലിയേര്? ഇവിടെ വിഷയം മനസ്സിലാക്കണം. എന്താ മനസ്സിലാക്കേണ്ടതെന്നറിയോ? അമാനത്ത് ഇന്ന് നമുക്ക് ഇല്ല. സുന്നത്ത് നിസ്കാരമുണ്ട്, എല്ലാം ഉണ്ട്. അമാനത്തുള്ളവന് ഇപ്പൊ വെള്ളിയാഴ്ച ഇന്നിപ്പോ ജുമാക്കങ്ങൾ നേരത്തെ പോയി. എന്തുകൊണ്ടാണ് നേരത്തെ പോയത്? ഇപ്പം എന്താ നേരത്തെ പോയത്? എന്താ വിചാരിച്ചേ? എൻ്റെ ദീനോ? എന്തുകൊണ്ടാ നിങ്ങൾ നേരത്തെ എന്താ 9 മണി കഴിഞ്ഞു, ക്ലാസ് കഴിഞ്ഞു, നിങ്ങൾ പോയി പള്ളിയിൽ പോയി. എനിക്ക് തോന്നുന്നുണ്ട് ജൗലിയാണ്, ജോലക്കാണ്. എനിക്ക് പണിയില്ലാത്തോണ്ടാ ജോലി. വളരെ ചിന്തിക്ക്. പണിയുള്ളവരാണെങ്കിലേ പോകൂല. മഞ്ചേരി നെല്ലിക്കുത്ത് കുഞ്ഞാമുസ്ലിയാർ എന്നൊരാളുണ്ട്, മരിച്ചു. ഈ കുഞ്ഞാമുസ്ലിയാർ എന്നോട് 2-3 വട്ടം പറഞ്ഞ ഒരു സംഭവം. അദ്ദേഹം ഞാൻ കാണുന്ന കാലത്ത് തന്നെ ഒരു വയോധികനാ, മരിച്ചു. നല്ല മനുഷ്യനായിരുന്നു. എൻ്റെ നാട്ടിനടുത്ത് കാളിയായിരുന്നു, എൻ്റെ വാപ്പാടെ ചങ്ങാതി. അപ്പൊ പലവട്ടം എന്നോട് 2-3 വട്ടം പറഞ്ഞൊരു കാര്യം, അവർ ദേവബന്ദിൽ പഠിക്കുന്ന കാലത്ത് പാർലമെന്റ് കാണാൻ കൊതിയായി. അപ്പോൾ പാർലമെന്റ് കാണണമെങ്കിൽ ഇക്കാലത്തെ നിബന്ധന എന്താന്ന് എനിക്കറിയൂല. അദ്ദേഹം പറയാണ്, പിന്നെ MP-യുടെ കയ്യിൽ നിന്ന് ഒരു സീല് വെച്ച കടലാസ്, ഞാൻ അനുവദിച്ചിരിക്കുന്ന ഒരു സീല് വെച്ച കടലാസ് കിട്ടിയാൽ ഇത് പാറാവരന് കാണിച്ചു കൊടുത്താൽ പാർലമെന്റിൽ കയറ്റും, ഏത് MP ആയാലും വേണ്ടി. അങ്ങനെ ഇവരെന്ത് ചെയ്തു? ഒരു വൈകുന്നേരം ഡൽഹിയിലെത്തി, ദേവബന്ദി പഠിക്കുന്ന കാലത്ത്. അങ്ങനെ ശ്രദ്ധിക്ക്. അങ്ങനെ അപ്പൊ കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എൻ്റെ കയ്യിൽ നിന്ന് എത്തു അങ്ങനെയാണ് പോയത്. അപ്പൊ കായികമില്ലത്ത് ഒരു തുർക്കി തൊപ്പിയൊക്കെ ഇട്ട് മുസല്ലയിൽ ഇരിക്കാൻ, നിസ്കരിക്കാൻ. മഗ്‌രിബിന് ബാങ്ക് കൊടുത്തിട്ടില്ല. അപ്പൊ അദ്ദേഹം ഇവർ ചെന്ന കണ്ട ഉടനെ ഒന്നുകൊടുക്കാൻ വേണ്ടി പറഞ്ഞ് ഇവർ ഒന്നുകൊടുത്തു. അങ്ങനെ കുഞ്ഞാമുസ്ലിയാരെ, ബാല്യക്കാരനായ ഒരു മതവിദ്യാർത്ഥിയാണ്, അദ്ദേഹത്തെ മുന്നിൽ വെച്ച് പിന്നെ നിസ്കരിച്ചു. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞു. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് സംസാര മധ്യേ അദ്ദേഹം കരഞ്ഞു. എന്താ പറഞ്ഞു? ഇന്ന് എനിക്ക് പെരുന്നാളാണ്. കാരണം ഒരു ജമാഅത്ത് മര്യാദയൊക്കെ കിട്ടുന്ന ഒരു പരിസരത്തില്ല, പിന്നെ കുറെ ദൂരെ പോകണം, അതിനിപ്പോ വയ്യ. ഇന്നെന്റെ കുട്ടികൾ വന്നപ്പോ എനിക്ക് പെരുന്നാളാണ്. ഞാൻ വെള്ളിയാഴ്ച കരയാത്ത ഒരു ദിവസം പാർലമെന്റിലില്ല. കാരണം പാർലമെന്റ് ജുമാക്ക് വേണ്ടി പിരിയണമെങ്കിൽ 12 മണിയോ. ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ എൻ്റെ വാപ്പ കയ്യും പിടിച്ച് 9 മണിക്ക് എന്നെ ജുമാക്ക് കൊണ്ടേതാ. ജുമാഅത്ത് പള്ളിയിൽ 9 മണിക്ക് എത്താത്ത ആയുസ് ഒരു സംഭവം എനിക്കില്ല. ഇപ്പോൾ പറ്റൂല. കാരണം എന്തെങ്കിലും ഒരു പുതിയ ബില്ല് കൊണ്ടുവരുന്നത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷമാണെങ്കിൽ അത് രാജ്യത്തിന്റെ നന്മക്കും സമുദായത്തിന്റെ നന്മക്കെതിരായാൽ എന്റെ ജുമാ കൊണ്ട് ആ ബില്ല് പാസ്സാവും. അവിടെ ഒബ്ജക്ട് ചെയ്യാൻ ആളുണ്ടാവില്ല. ഞാൻ പലപ്പോഴും വെള്ളിയാഴ്ച ജുമാക്ക് എത്തുന്നത് 2ാമത്തെ ഖുത്ബ തുടങ്ങിയിട്ടായിരിക്കും എന്ന് പറഞ്ഞ് കരഞ്ഞു. ഈ മനുഷ്യൻ എന്തുകൊണ്ടാണ് ഈ മനുഷ്യന് ജുമാക്ക് നേരെ വൈകിയത്? പറയാൻ ആ മനുഷ്യൻ 12:30 കഴിഞ്ഞിട്ടാവോലോ. അതായത് പാർലമെന്റിന് 12-ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ 12:45 1 മണിക്കോ ആണല്ലോ ഈ മനുഷ്യൻ എവിടെ എത്തിയിട്ടുണ്ടാവുക? പറയടാ. പള്ളിയിൽ ആ
മനുഷ്യന്റെ വേദന അന്ന് എന്റെ 10,000 ജുമാക്കുണ്ടോ? എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ നേരം വൈകിയത്? അമീ പറടാ, എന്താണ് ആ മനുഷ്യൻ നേരം വൈകിയത്? അമാനത്തുള്ളത് കൊണ്ട്. ഒരു സമുദായം കാര്യം തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം നിർവഹിക്കാതെ എനിക്ക് പോകാൻ പറ്റൂല. അപ്പോൾ അമാനത്ത് കൊണ്ട് എന്ത് മുടങ്ങി? സുന്നത്ത് തുടങ്ങി. ഈ മനുഷ്യന് കിട്ടുന്നതാണ് എത്ര കൂലി? ജുമാക്ക് നേരം വൈകിയോന് കിട്ടുന്നതാണടാ ഏത് കൂലി? 100 ശൈലിയുടെ കൂലി. അനക്കുയൊക്കെ എന്ത് കിട്ടാനാ? തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്ത് നോപ്പ് നോക്കി തുപ്പി നടക്കുന്ന MLA എനിക്കറിയും. ഇന്ന് ഈ പറയാലോ. അതെ, ഞാനൊരു പാർട്ടിയെ നാശാക്കാൻ വേണ്ടി ഒരു പ്രസംഗം തെരഞ്ഞെടുപ്പ് കാലത്ത് നടക്കൂല. എന്തുകൊണ്ട്? പാർട്ടികളൊക്കെ ഇവിടെ ആവശ്യമാണ്. ഞാനതിനെതിരെയല്ല. മനസ്സിലായി? ഈ തുപ്പലിസ്റ്റുകൾ എന്താ ഒരു പണി? തുപ്പുക, തിങ്കളാഴ്ച തുപ്പുക, വ്യാഴാഴ്ച തുപ്പുക, ഒപ്പം നടന്നാൽ കൊടുക്കും. അപ്പൊ അനുയായികളൊക്കെ എന്ത് പറയും? മൂപ്പർക്ക് മൂപ്പര് നിങ്ങളാ പറഞ്ഞ ആളല്ല, ഒരു കാര്യം ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കൂല. നിസ്കാരത്താകുമ്പോൾ ഇത്ര ഉണ്ട്. ഇക്കൊല്ലം MLA ആണോ ഇല്ലെന്ന് എനിക്കറിയില്ല, ഞാൻ ലിസ്റ്റ് നോക്കിയിട്ടില്ല. നിങ്ങൾ ബേജാറാണ്ട് ഇപ്പം ആരാവും? അതൊക്കെ ആമുക്കളാണടാ ചെങ്ങായി. MLA നിസ്കാരത്താകുമ്പോൾ അല്ലടാ കൂട്ടുണ്ട്. MLA എന്താ ചെയ്യേണ്ടത്? ഫർള് നിസ്കരിച്ച് പായുക. കാരണം അയാൾക്ക് എന്തുണ്ട്? ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യമുണ്ട്. അയാൾ ഒരു കാര്യം ചെയ്യാത്തത് കൊണ്ടാണ് അയാൾക്ക് 100-ന് മുമ്പ് 4, 100-ന് ശേഷം 4 കഴിയുന്നത്. നിങ്ങൾ ഇന്ന സ്ഥലത്തില്ല, നിങ്ങൾ പണി നോക്കി. നിങ്ങൾ സൗകര്യം ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച വന്നാൽ മതി, ഇല്ലെങ്കിൽ വരണ്ട. MLA ചെയ്യേണ്ടത് എന്താ? പുറത്തേക്ക് ചാടുക, പുറത്തേക്ക് ചാടുക, പള്ളി നിസ്കരിച്ച് ചാടുക. ചിലപ്പോൾ പള്ളി കിട്ടൂല, പരി നിസ്കരിക്കേണ്ടി വരും, ഓഫീസ് നിസ്കരിക്കും, വഴി നിസ്കരിക്കേണ്ടി വരും. നിങ്ങൾക്ക് പറഞ്ഞൊരു മനസ്സിലായി? അയാളെ അയാളുടെ തലയിൽ അള്ളാഹു തആല എന്ത് കെട്ടി വെച്ചിട്ടുണ്ട്? പറയുടെ ചങ്ങായി, അമാനത്ത്. ഈ മനുഷ്യന്മാരെ മസ്ലഹത്ത് അയാളെ മേലാണ്. അയാൾക്ക് ഫർള് നിസ്കരിച്ചാൽ മതിയാവും. അയാൾ റമളാൻ മാസത്തിൽ മാത്രം സുന്നത്ത് നോറ്റാൽ മതി. അല്ലെങ്കിൽ ആരുടെ അവിടെ പഴയ കാലത്ത് സുന്നത്ത് മൂച്ചിരുന്നു? റമളാൻ മാസത്തിൽ അല്ലാതെ നോമ്പ് നോക്കൂല. ഒരു മനുഷ്യൻ മുത്തുനബിയോട് ഒന്ന് പറഞ്ഞു, എനിക്ക് സ്വർഗത്തിൽ കിടക്കണം പറഞ്ഞു. ഞാൻ 5 വക്ത് നിസ്കരിച്ചു പറഞ്ഞു. അല്ല അളിയ ഉയരുക, പിന്നെ എന്തെങ്കിലും ഉണ്ടാവുക ചോദിച്ചു. ഒന്നുമില്ല. അതായത് നീ അവിടെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കരുത്. പിന്നെന്താ ചോദിച്ചു? പിന്നെ സക്കാത്തിന്റെ മാലിന്റെ സക്കാത്ത് കൊടുക്കണം പറഞ്ഞു. അല്ല അളിയ ഉയരുക, പിന്നെ എന്തെങ്കിലും ഉണ്ട് ചോദിച്ചു. പിന്നെ അവിടെ ചെന്നിട്ട് നിങ്ങൾ പള്ളി കൊടുത്തില്ല, മദ്രസ കൊടുത്താൽ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കരുത്. എന്തെങ്കിലും ചോദിച്ചു. ഒന്നുമില്ല. പിന്നെന്താ വിളിച്ചു? പിന്നെ റമളാൻ മാസം മുമ്പ് വിൽക്കണം. അല്ല അളിയ ഉയരുക, പിന്നെ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു. ഇല്ല. 5 ഫർദ് ഇയാൾ കേട്ടു. പിന്നെ അയാൾ എണീറ്റാണ് പറഞ്ഞു, ലാ അസീദ് വലാ അൻഖുസു, ഞാൻ കൂട്ടൂല, ഞാൻ കുറക്കും, ഞാൻ ഫർദേ ചെയ്യുള്ളൂ. പോകുക, എനിക്ക് പാടത്തെ പണിയുണ്ട്, പോകുക. ഞാൻ ഈ രാവും പകലും സുന്നത്ത് നിസ്കരിക്കാണെന്ന് എനിക്ക് നേരല്ല. എനിക്ക് എന്തുണ്ട്? പാടത്ത് പറയുടെ ചങ്ങായി, പാടത്തെ പണിയുണ്ട്. ഞാനങ്ങനെ സുന്നത്ത് നിസ്കരിക്കുന്ന നേരമൊന്നും എനിക്കില്ല. ഞാൻ ലാ അസീദ് വലാ അൻഖുസു, ഞാൻ കൂട്ടുകയുമില്ല കുറക്കുകയുമില്ല. അയാൾ പോയി. അയാൾ പോയതിൽ പിന്നെ സ്വഹാബികളെ റസൂലുള്ളാഹി വിളിച്ചിട്ട് പറഞ്ഞു, മൻ സറഹു അൻ യൻദുറ ഇലാ അഹദി മിൻ അഹ്ലിൽ ജന്ന ഫൽയൻദുർഹു. സ്വർഗ്ഗക്കാരനായ ഒരു മനുഷ്യൻ ഭൂമിയിലൂടെ നടക്കുന്നത് ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ അയാൾ നോക്കിയാൽ മതി. അത് അയാളാ. ഇന്ന് സ്വതക്ക അയാൾ പറഞ്ഞത് പാലിച്ചാൽ മതി. മനസ്സിലായോ പറഞ്ഞത്? അയാൾ പാടത്തെ പണി ഇട്ടുള്ളവനാണ്. അതൊരു അമാനത്താണ്. പാടത്തെ പണി ഒരു അമാനത്താണ്. ആണോ? അല്ലേ? പാടുണ്ടായ പോരല്ലോ, കൃഷിയല്ലേ? കൃഷി ചെയ്താലല്ലേ നാട്ടുകാർക്ക് കിട്ടുള്ളൂ. എന്റെ പോക്കറ്റിൽ പൈസ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. 25 ഉറുപ്പ്യൊക്കെ പൂള കിട്ടണ്ടേ? അപ്പോഴല്ലേ പൂള ഇറച്ചിയും വെച്ച് തിന്നാൻ പറ്റുള്ളൂ. ഇജ് പൂള ഉണ്ടാക്കണ്ടോ? ഇജ് നെല്ലുണ്ടാക്കണ്ടോ? ഇജ് നെല്ലുണ്ടാക്കണ്ടെന്ന് പറയാം. ഇല്ല, ധൈര്യം പറയാം. ഇജ് നെല്ലുണ്ടാക്കുന്നുണ്ടല്ലേ? നെല്ലുണ്ടാക്കില്ലല്ലോ. ഇല്ല. ഇജ് മനസ്സിലായില്ല? പറയുണ്ടാക്കണില്ലല്ലോ. ജാരിന്നില്ലേ? ജാരിത്തുന്ന പൈസയെ പറയാം. ഓന് പറയാൻ കുറച്ച് മടിയുണ്ട്. ഓൻ്റെ ബാപ്പാക്ക് ലേശം ഒരു ഭൂമിയുണ്ട്, അതാണോ വിളിക്കുന്നത്. ഇജ് പറയാ ഫൈസലെ, ഇജ് നെല്ലുണ്ടാക്കണ്ടോ? അരിജ് തിന്നുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ ഇജ് ഉണ്ടാക്കിയല്ലോ. അപ്പൊ ആരോപടെ എന്ത് വാജിബാണ്? ഈ ലോകത്ത് എന്ത് വാജിബാണ്? ഈ ലോകത്ത് അരി ഉണ്ടാക്കൽ വാജിബാണ്. ആ കർമ്മ ഇജ് ചെയ്തു.
കൃഷി ചെയ്താൽ നീ നിനക്ക് വേണ്ടി മാത്രമല്ലല്ലോ, അതൊരു അമാനത്തല്ലേ. ഭൂമി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കൃഷി ചെയ്യണം. ഭൂമി ഉണ്ടെങ്കിൽ കൃഷി ചെയ്യണം, അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നവർക്ക് കൊടുക്കണം. എൻ്റെ വാപ്പ മരിക്കുന്നത് വരെ ഞങ്ങൾ കുടുംബം തന്നെ നെല്ലുണ്ടാക്കും. അപ്പോൾ വാപ്പ മരിച്ചപ്പോൾ ഇനി ഞാൻ പൊതുകാര്യത്തിന് ഓടുന്ന ആളാണ്. അപ്പോൾ അമ്മായിൻ്റെ മക്കളാണ് നെല്ലുണ്ടാക്കുന്നത്. ഒരു നമുക്ക് നെല്ല് തരും. ചില കൊല്ലം ഞാനും അവരും കൂടി ഉണ്ടാക്കും, ചിലപ്പോൾ ഒരൊറ്റക്ക് ഉണ്ടാക്കും. കൃഷിഭൂമി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കാരണം മനുഷ്യന്മാർക്ക് അപ്പോഴല്ലേ നെല്ലും അരിയും കിട്ടുള്ളൂ. അപ്പം നെല്ലും അരിയും, ഭൂമി ഒരു അമാനത്താണ്. പറയുടെ ചങ്ങായി, ഭൂമി ഒരു അമാനത്താണ്, അത് നിർവഹിക്കലാണ് നല്ലത്. അപ്പൊ പാടത്തും സുബഹിസ്കരിച്ച പായേണ്ടി വരും വെള്ളം നോക്കാൻ. ഒറ്റ ഭാഷയിലും വെള്ളം നോക്കാൻ സുബഹിയാൻക്കടെ വാജിബുള്ളൂ. മനസ്സിലായില്ലേ? ചിന്തിക്ക്. എം എൽ എക്ക് ഒരു നേരം ഒഴിവുണ്ടാവില്ല. ഇന്നത്തെ എം എൽ എമാർ ഏകദേശം കല്യാണരാമന്മാരാണ്. എന്നായതുകൊണ്ട് ഞാൻ പറയാം, ഇനി ഏതായാലും പെട്ടിയിലായല്ലോ, ഇവരൊക്കെ ഊരക്ക് ചവിട്ടിയാൽ എനിക്ക് സ്വർഗം കിട്ടും. എന്താ ഇവർ ചെയ്യണത്? ഇവര് 6 ദിവസം അവിടെ പോയി തിരുവനന്തപുരത്ത് കടന്നുറങ്ങും. 7-ാം ദിവസം ഇതിനെങ്ങനെ നടക്കും കല്യാണപ്പരി കൂടി. കല്യാണരാമന്മാർ ഇന്നത്തെ എം എൽ എമാർ കല്യാണരാമന്മാർ മാത്രമാണ്. അപ്പൊ എല്ലാ പരിലും ഓന്റെ ഫോട്ടോ ഉണ്ടാവും. അത് മതി. ഇവന്റെ മുഖത്തേക്ക് നോക്കിയാൽ എൻ്റെ മനുഷ്യത്വം നഷ്ടപ്പെട്ടു. ഓനെപ്പെട്ട കള്ളൻ ഈ ലോകത്ത് വേറല്ലേ. ഒന്നും വിചാരിക്കണ്ട, കഴിഞ്ഞില്ലേ. ഇന്നലെ 6 മണിക്ക് തീർന്നല്ലോ. ഇനി എനിക്ക് പറയല്ലോ, ഞങ്ങളെ സ്വീപ്പാക്കുന്ന ആളല്ല, നന്നാക്കൽ എൻ്റെ ലക്ഷ്യം. കല്യാണരാമന്മാരെ മുഴുവനും ഞാൻ ഈ കൊല്ലം ചവിട്ടും. ഞാൻ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. എനിക്ക് നിങ്ങളൊരു ലാഭം ആവശ്യമില്ല. ഈ ദുനിയാവിൽ ഒന്നും ആവശ്യമില്ലാത്ത ഒരാൾക്ക് എന്ത് പറഞ്ഞിട്ടു? നിങ്ങൾ ഒരാളെ എനിക്ക് പേടിയില്ല. മരിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു മനുഷ്യൻ ആരെ പേടിക്കാനുള്ളത്? മനസ്സിലാക്കേ. ഇതിനിവിടെ സി എച്ചിനെ ആരുണ്ടായിട്ടില്ല. സി എച്ചിനെ ഒരു കല്യാണ പേര് കണ്ടിട്ടില്ല. എന്തുകൊണ്ട്? സി എച്ചിനെ ഉത്തരവാദിത്ത ബോധന്റെ അമാനത്തിൽ. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഉത്തരവാദിത്ത ബോധമുള്ളവൻ, ഉത്തരവാദിത്ത ബോധമുള്ളവന് കല്യാണത്തിൽ കൂടി നടക്കാൻ കഴിയില്ല. 2000-ന് ശേഷം ഞാൻ എൻ്റെ നാട്ടിൽ കല്യാണത്തിൽ കൂടിയിട്ടില്ല. എന്തുകൊണ്ട്? കല്യാണങ്ങളൊക്കെ ഞായറാഴ്ച വ്യാഴാഴ്ച അന്നൊക്കെ എനിക്ക് തിരക്കിട്ട പണിയിരിക്കും. എൻ്റെ കുടുംബത്തിലെ കല്യാണത്തിൽ ഒരു പുതിയാപ്പിളിനെയും എനിക്കറിയില്ല. എന്തുകൊണ്ട് ഞാൻ കൂടിയിട്ടില്ല? എൻ്റെ ഉത്തരവാദിത്തം അതല്ല. എൻ്റെ ഉത്തരവാദിത്തം വേറെയാണ്. ഒരു ഡോക്ടർ ഉത്തരവാദിത്തം കല്യാണത്തിന് പോലല്ല. ആണോ? അല്ലേ? ഡോക്ടർ ഉത്തരവാദിത്തം അതാ ഡോക്ടർ കരീം സാറാണ് ഇരിക്കുന്നത്. ഈ മനുഷ്യൻ്റെ ഉത്തരവാദിത്തം കല്യാണത്തിൽ പോകണാണോ? ആണോ? അല്ലേ? പറയാം. മനുഷ്യന്മാരെ ബോഡി നന്നാക്കി കൊടുക്കലല്ലേ ഒരു ഉത്തരവാദിത്തം. മൂല്യർ ഉത്തരവാദിത്തം എന്താ? കല്യാണത്തിന് പോലെ മൂല്യർ ജവജത്തുക്ക വങ്കത്തുക്ക എന്ന് പറയാൻ പോയാൽ മതി. മൂല്യർ ഉത്തരം എൻ്റെ ഹൃദയം നന്നാക്കി തരലാണ്. അതിന് മൂല്യർ ഹൃദയം ആദ്യം നന്നാണ്. കല്യാണത്തിൽ കൂടെ നടക്കാൻ എല്ലാവർക്കും കഴിയും. പക്ഷെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നവന് എന്തിന് കഴിയൂല? ഉത്തരവാദിത്തം നിർവഹിക്കുന്നവന് കല്യാണത്തിൽ കൂടെ നടക്കാൻ കഴിയൂല. ചിന്തിക്ക്. അമാനത്ത് ഇതിനേക്കാൾ വലിയ സംഗതിയില്ല. കഴിഞ്ഞു. ഇനി ഒന്നും പറയാനില്ല. ഈ ഒരു സുന്നത്ത് നിസ്കരിക്കണ്ട, ജാരായ മതി, അമീനായി. എന്താണ് അമീൻ്റെ അർത്ഥം? അമാനത്തെ ഏറ്റെടുത്തവൻ, വൃത്തിയായി അത് നിർവഹിക്കുക, ചെയ്യുക. ഒരു വാർഡ് മെമ്പർ ആ നാട്ടിൽ ഒരു സുന്നത്തും നേരം കിട്ടാത്തവനായിരിക്കും. എന്തുകൊണ്ട്? ഓൻ്റെ തലയിൽ എന്തുണ്ട്? എന്തുണ്ട്? അമാനത്തുണ്ട്. ഒരു വാർഡ് മെമ്പർ, ഒരു പഞ്ചായത്ത് സെക്രട്ടറി ഉദ്യോഗസ്ഥനാണ്, ഒരു KSB ഉദ്യോഗസ്ഥൻ, ഒരു ലൈൻമാൻ, ഒരു KSB ലൈൻമാൻ. കറണ്ട് പോയോർത്ത് കറണ്ട് പുനഃസ്ഥാപിക്കുന്ന സുന്നത്തിന് നേരണ്ടാവുമല്ലേ? പഠിച്ചോനെ റബ്ബേ, ഇവർക്കൊരു ബുദ്ധി കൊടുക്കണമേ റബ്ബേ. പഠിച്ചോനെ ഒരു ആമീൻ പറയും മനുഷ്യന്മാരെ. നിങ്ങൾക്കൊരു ബുദ്ധി കിട്ടാൻ വേണ്ടിയിട്ടെങ്കിലും ആമീൻ പറഞ്ഞല്ലോ. ചെങ്ങായി ചിന്തിക്ക്. ഒരു നാട്ടിൽ കരണ്ട് പോകുമ്പോഴത്തേന് കരണ്ട് പുനഃസ്ഥാപിക്കുന്ന വ്യക്തിക്ക് സുന്നത്ത് നിസ്കാരത്തിന് നേരം ഉണ്ടാവുമല്ലേ? സുന്നത്തിന് കൈ കെട്ടി അപ്പോഴാണ് പഠിച്ചോനെ ഇനിയിപ്പോൾ സുന്നത്ത് കഴിയണമല്ലോ, അവിടെ ലൈൻ പൊട്ടി എന്ന് പറഞ്ഞാൽ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി അസ്സലാമു അലൈക്കും പായണോ വേണ്ടേ? എൻ്റെ സുന്നത്തിനേക്കാൾ വലുതാണ് എന്ത്? അവൻ്റെ കരണ്ട് സ്ഥാപിച്ചു കൊടുക്കൽ. അവിടെ പ്രസവിച്ച് കിടക്കുന്ന കുട്ടി ഒരു ചെറിയ കാറ്റ് കിട്ടിയില്ലെങ്കിൽ കരയും. അവിടെ ഓക്സിജൻ കൊടുക്കുന്ന രോഗി ഉണ്ടാവും, ഇവിടെ ICUയിൽ കിടക്കുന്നവരുണ്ടാവും. ഇവരുടെ ജീവൻ നഷ്ടപ്പെടും. അപ്പം ഈ പായണ അവിടെ എൻ്റെ ഉത്തരവാദിത്തം ഫർദ് നിസ്കരിക്കാനായിട്ടാണെങ്കിൽ ചിലപ്പോൾ പായേണ്ടി വരും.
പറഞ്ഞിന് കയ്യെട്ടിയ നേരത്താണ് ലൈന് പൊട്ടിയത്. മനസ്സിലായോ? അതൊരു ആശുപത്രിയുടെ പരിസരത്താണ്. അവിടെ കരണ്ട് ഒടുങ്ങി കഴിഞ്ഞു ആ ആശുപത്രിയുടെ കാര്യം. അവിടെ എത്രയോ രോഗികളുണ്ട്, ജീവൻ മരണ പോരാട്ടത്തിനാ. എനിക്ക് പറഞ്ഞത് പിന്നെ നിസ്കരിക്കാം. മനസ്സിലായോ പറഞ്ഞത്? നിന്റെ പറഞ്ഞു കഴിഞ്ഞവരെ ഓരോ ജീവൻ നടക്കൂല. നിന്റെ കയ്യിൽ അമാന, ഇതാ അമാനത്ത്. ഇതാ പണി, മറ്റൊന്നും പണിയില്ലെങ്ങായി. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ഇത്തരം കാര്യത്തിൽ ആർക്കും ബോധമില്ല, ആർക്കും ബോധമില്ല. അമാനത്ത് തന്നെയാണ്. അത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഷാമിൽ നിന്ന് കൊണ്ടുവന്ന സൈത്ത് ആളുകൾക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി സ്വന്തം മകനെയും കൂട്ടി സയ്യിദുനാ ഉമർ അങ്ങനെ ഒഴിച്ചു കൊടുത്തു ആളുകളൊക്കെ പോയി. എല്ലാം കഴിഞ്ഞു. വാപ്പി മകനും കാറൂറത്തും കൊണ്ട് തിരിച്ചു വരുന്ന നേരത്ത് മകൻ കൈ നിറയെ എന്തുണ്ട്? സയ്യിദ് ഒഴിച്ചു കൊടുത്തല്ലേ, അപ്പൊ കയ്യിൽ എന്തുണ്ട്? എണ്ണ ഉണ്ട്. അപ്പോൾ മകൻ ഈ എണ്ണ ഇങ്ങനെ അങ്ങോട്ട് മുടി കോതി ഫഅഖദഹു ഇലൽ ഹല്ലാഖ്. അപ്പോൾ ഈ മകനെ ബാർബർ ഷാപ്പിലേക്ക് പിടിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് പോരുകയാണ്. ബാർബർ ഷാപ്പിൽ ചെന്നു എന്ന് പറഞ്ഞു, ഹല്ലിക്രസ് തല കളഞ്ഞാളെ പറ്റട് കളഞ്ഞാളെ. ഇന്ന ഷഅറഹു അഹബ്ബു ഇലാ സൈത്തിൽ ഫുഖറാ. ഇവൻ്റെ തലമുടിക്ക് സാധുക്കളെ എണ്ണ കുടിക്കാൻ വലിയ പൂതിയ. അങ്ങനെയുണ്ട്. ഏതായാലും കളയണ്ട, എണ്ണയല്ലേ, നന്നായി ഇൻ്റെ കുട്ടി കാട്ടി. അങ്ങനെയല്ല, അതങ്ങനെ കാട്ടേണ്ട ആവശ്യമല്ല. ആ എണ്ണ ആളുകൾക്ക് കൊടുത്തതിൻ്റെ ബാക്കിയാ. അപ്പം അത് മനസ്സിലായില്ലേ? കയ്യിൽ നിന്ന് കഴുകിക്കളയേണ്ട സാധന, എന്നിട്ട് തലമുടിയിൽ ഒന്നിങ്ങനെ കോതിയതാണ്. എൻ്റെ ഇവിടെ പ്രശ്നം, ഇന്ന് കൈവരൽ കൊണ്ട് കാട്ടിയോൻ നാളെ കുപ്പിയോണ്ട് ചിരിക്കും. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി? അപ്പോൾ വേണ്ട ഫക്കീറന്മാരുടെ എണ്ണ കുടിക്കാൻ ഇവന്റെ മുടിക്ക് വലിയ കൊടിയ, അതുകൊണ്ട് മുടി വേണ്ട. അതാണ് പറഞ്ഞു, അതാണ് നീതിമാനാണ്, അതെന്റെ അമാനത്താണ്. ചിന്തിക്കണം. ഒരു അമാനത്താണ്. നാട്ടുകാർ ഇഷ്ടപ്പെടൂലേ? അത് നോക്കേണ്ട ആവശ്യമില്ല. ഇതിനെ നോക്കേണ്ട ആവശ്യം നാട്ടുകാർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താ? ഇൽമ പറഞ്ഞാൽ ഇൽമ പറഞ്ഞോരൊക്കെ നാട്ടുകാർ വെറുത്തിട്ടുണ്ട്. ഏറ്റവും വലിയ ഇൽമ പറഞ്ഞ മുഹമ്മദ് മുസ്തഫയാണ്. മനസ്സിലായില്ലേ? ആ മനുഷ്യനെ വെറുത്ത പോലെ ആരെ വെറുത്ത്? മനസ്സിലാവുണ്ടോ? ചിന്തിക്ക്. ഇൽമായി പറഞ്ഞോ വെറുക്കും. 4 ഇമാമുകളെയും അടിച്ചു കൊന്നതാണ്. ഇമാമിനെ ഷാഫിഈയെ അടിച്ചു വീഴ്ത്തി. കൈറോയിലെ ഫുസ്താത്ത് പള്ളിയുടെ പരിസരത്ത് അടിച്ചു വീഴ്ത്തി. മസ്ജിദ് അംർ ഇബ്നുൽ ആസിയുടെ പരിസരത്ത് അടിച്ചു വീഴ്ത്തി മഹാനായ ഇമാമിനെ ഷാഫിഈ. അതിൽ പിന്നെ വീണു, പിന്നെ മരിച്ചു. പിന്നെ ആ രോഗത്തിൽ മരിച്ചു. ജയിലിലിട്ടടിച്ചു. ആരെ? ലോകം കണ്ട മുഹദ്ദിസായ അഹ്മദ് ഇബ്നു ഹംബലിനെ. അങ്ങനെ മരിച്ചു. ചാട്ടവാറിലടിച്ചു. മദീന പട്ടണത്തിൽ ചാട്ടവാറിലടിച്ചു. ആരെ? മാലിക് ഇബ്നു അനസിനെ കാരാഗ്രഹത്തിലടിച്ചു. ഇമാമുൽ ആളം അബൂ ഹനീഫത്ത് നുഅ്മാനെ അടിച്ചു. 4 ഇമാമികൾക്കും എന്ത് കിട്ടിയിട്ടുണ്ട്? പരസ്യമായി തല്ലിട്ടിട്ടുണ്ട്. ജീവിതത്തിൽ കറാത്ത് ചെയ്യാത്ത മനുഷ്യന്മാർ. എന്തുകൊണ്ട് തല്ലിട്ടി? പറ, എന്തുകൊണ്ട് തല്ലിട്ടിയ? അവർ ഇൽമിനെ നേർക്ക് നേരെ പറഞ്ഞു. ഇൽമിനെ നേർക്ക് നേരെ പറഞ്ഞാൽ തല്ലുറപ്പാ. നമ്മൾക്ക് തല്ല് കിട്ടുന്നില്ല, നമ്മളെ കൈയൊക്കെ എല്ലാവരും മുത്താണ് എങ്കിൽ നമ്മളെ മുങ്കറിനെ കീറി തല്ലാൻ വേണ്ടി കാത്തിരിക്കാണ് എന്നാണ് അർത്ഥം. മര്യാദക്കാണ് വർത്താനം പറഞ്ഞാൽ മുത്തി ഇങ്ങനെ വരുമ്പോഴാണ് കാര്യം പറയുന്ന മൂല്യരൊക്കെ ഉണ്ടെങ്കിൽ ആർക്കാ ഓൻ്റെ കൈ മുത്താൻ നേരം എന്ന് പറഞ്ഞു പോകും. ഓൻ്റെ കൈ മുത്തൂല. ഞാൻ മുത്തണമെന്നും മുത്തണ്ടെന്നും പറയാം, എല്ലാവർക്കും നിങ്ങളെ സൗകര്യമാണ്. ഞാൻ പറയുന്നത്, ഒരു നേര് പറയുന്ന പണ്ഡിതനെ ജനം വെറുക്കും. മനസ്സിലാവുണ്ട്? ഇൽമിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. നേരനുസരിച്ച് ജീവിക്കുന്ന ഒരു MLA ജനം വെറുക്കും. അവന് അടുത്ത കൊല്ലം ഉളുങ്ങാച്ചിരിയും കാണിച്ച് വരാൻ കഴിയൂല. കാരണം ആ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ജഡ്ജി പല കേസും മദ്യം പറഞ്ഞിട്ടുണ്ടാവും.
ആ മണ്ഡലത്തിൽ ഏതായാലും നിൽക്കാൻ കഴിയൂല. നിങ്ങൾ എൻ്റെ കൂടെ അല്ല. എന്തുകൊണ്ട്? ഏത് മദ്യം പറഞ്ഞാലും രണ്ടു കൂട്ടരുടെ അടിയിലാണല്ലോ മദ്യം പറയാം. നീതിയോട് കൂടെ മദ്യം പറഞ്ഞാൽ ഒരു കൂട്ടർ തെറ്റും. റസൂലുള്ള മദ്യം പറഞ്ഞിട്ട് ഒരു കൂട്ടർക്ക് പേച്ചു, ഒരു കൂട്ടർ ശരിയല്ലായിരുന്നു. ഉമർ ഖത്താബിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ഉമറെ റസൂലുള്ള മദ്യം പറഞ്ഞ് ഞങ്ങൾക്കത് അത്തരെ പിടിച്ചിട്ടില്ല, നീതിമാൻ നിങ്ങളാണ്. അപ്പം പറഞ്ഞു നീതിമാൻ ഞാൻ തന്നെയാണ്, നീതിമാൻ ഞാൻ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ഉമർ ഖത്താബ് വാളും കൊണ്ട് ഇറങ്ങി, എൻ്റെ നീതി ഞാൻ നടപ്പിലാക്കി തരാം. റസൂലുള്ളാഹിന്റെ പറഞ്ഞ ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് മതിയായിട്ടില്ലെങ്കിൽ പിന്നെ എൻ്റെ നീതി ഇതാണ്. അപ്പൊ റസൂലുള്ള പറഞ്ഞ മധ്യസ്ഥതയും ഇഷ്ടപ്പെടാത്ത ആളുകൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഉണ്ടോ ഇജ്ജ്? അപ്പൊ എന്റെ ജമ്മയാണ് നീതിമാനല്ല. ഒരു മൂലയിൽ ഒരു മാലിൽ 25 കൊല്ലം നിന്നാൽ ഉറപ്പിച്ചോളി മൂപ്പര് ആ നാട്ടിലെ അമ്മായിരിക്കും. നല്ല മൂലയാണെങ്കിൽ ശാബാൻ വരെ നാട്ടിൽ നിർത്തൂല, ആട്ടും. കാരണം നീതി പറയേണ്ടി വരും. മൂപ്പരാളെ ശരിയില്ല. ഇവിടെ കഴിഞ്ഞൊരു മൂലിയരുണ്ടായിരുന്നു, മരിച്ചങ്ങോട്ട് മയ്യത്തുകൊണ്ടുപോകുക ചെയ്ത്. എത്ര ആളായിരുന്നു മയ്യത്ത് സ്കരിച്ച്? ഈ 25,000 ആളുകൾ മയ്യത്ത് സ്കരിച്ചുകൊണ്ട് അള്ള പുറത്തു കൊടുക്കുന്ന എവിടെയുള്ളത്? അന്നെപ്പോലത്തെ അമുക്കുകളൊക്കെ ഒരാളെ മേൽ മയ്യത്ത് സ്കരിച്ചാൽ അള്ള പുറത്തു കൊടുക്കുന്നു എവിടെയുള്ള ആള്? ഒരാൾ മയ്യത്ത് സ്കരിച്ചാൽ നിസ്കരിച്ചില്ല എങ്കിൽ അയാളെ നരകത്തിലൊന്ന് എവിടെയുള്ളത്? നിങ്ങളിവിടെ സ്ഥലത്തുണ്ടോ? നാട്ടുകാർ വെറുത്തതുകൊണ്ട് ഇജ് ബേജാറാണ്ട, നാട്ടുകാർ സ്വീകരിച്ചതുകൊണ്ട് ഇജ് മികവും കാട്ടണ്ട. ഉയക്കൂനു മദ്ഹുഹും വദമ്മുഹും സവാ, അവരുടെ പ്രശംസയും വിമർശനവും ഒരുപോലെയാണ്. ഇജന്റെ അമാനത്ത് നിർവഹിക്കണം, അതാണ് ദീന്. മനസ്സിലായില്ലേ? ചിന്തിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ അട്ടിമറിഞ്ഞൊരു മതത്തിലാണ്. എന്താ അട്ടിമറിച്ചത്? നമ്മളുടെ രഹസ്യങ്ങളെ മുഴുവൻ പരസ്യമാക്കി, എന്നിട്ട് അതുകൊണ്ട് ഓട്ടടിച്ചു. എല്ലായിടത്തും കൂട്ടലും ദ്വായും ഒക്കെ. എൻ്റെ കുട്ടിക്കാലത്ത് ഇങ്ങനത്തെ ദ്വാ സമ്മേളനങ്ങളൊന്നുമില്ല. ദ്വാ ഉണ്ട്, സമ്മേളനമല്ല. ഇപ്പോൾ ദ്വാ സമ്മേളനം ബിരിയാണി മാത്രമേ ഉള്ളൂ. എല്ലായിടത്തും തെറ്റാണോ? തെറ്റല്ല. ശരിയാണോ? എന്നാൽ ശരിയുമല്ല. അങ്ങനെ ഉണ്ടാവില്ല ചില സംഗതികൾ. തെറ്റുമല്ല, ശരിയല്ല. രക്ഷപ്പെടാനുള്ള പഴുത, രക്ഷപ്പെടാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചിന്തിക്കണം. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഇതിനർത്ഥം ദുആ വേണ്ടതൊന്നുമല്ല. പക്ഷേ ഇന്ന് മനുഷ്യൻ്റെ മതം ഓട്ടയടക്കുന്ന മതമാണ്. ഇതല്ല അള്ളാഹുവിൻ്റെ ദീൻ, ഇതല്ല. അവസാനത്തെ യുദ്ധത്തിന് പുണ്യ റസൂൽ മുസ്തഫ തങ്ങൾ സൈന്യാധിപനാക്കുന്നത് ആരെയാണ്? ഉസാമ ബിൻ സെയ്ദിനെയാണ്. അന്ന് ഉസാമക്ക് 14 വയസ്സാണ്. ആരാണ് സാധാരണ പട്ടാളക്കാരൻ? ഒന്ന് സിദ്ദീഖ്, ഒന്ന് ഉമർ, ഒന്ന് ഉസ്മാൻ, ഒന്ന് അലി, ഒന്ന് ഖാലിദ്. ആരാ സൈന്യാധിപൻ? 14 വയസ്സായ കുട്ടി. ഇവരെല്ലാരും നോക്കി നിൽക്കവേ ആ കുട്ടിയുടെ തലയെ കെട്ടിക്കൊടുത്തു മുഹമ്മദ് മുസ്തഫ, എന്നിട്ട് പതാക കൊടുത്തു. ആ പട മദീന വിടുന്നതിന് മുമ്പ് നബി വഫാത്തായി. അവസാനത്തെ ഒരുപാട് സൈന്യ ചരിത്രത്തിലുണ്ട്. അവസാനത്തെ യുദ്ധത്തിൽ പുണ്യ റസൂൽ ആർക്കെതിരെ? ബൈസന്റിയൻ റോമക്കാർക്കെതിരെ. അന്ന് ഉസാമയാണ് അവസാനത്തെ പട്ടാളത്തലവൻ. അന്ന് ഉസാമക്ക് വയസ്സ് 14. ആരാണ് പ്രജ? ആരാണ് സാധാരണ പട്ടാളക്കാരാരാ? ഈ ഉമ്മത്ത് കണ്ട ഏറ്റവും വലിയ മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, 2 ഉമർ ബിനുൽ ഖത്താബ്, 1 ഉസ്മാൻ ഇബ്നു നുറൈൻ, 4 അലിയുൽ മുർത്തദ. ഇവരൊക്കെ പ്രജകളാ. ആരുടെ? ഉസാമയുടെ. ഉസാമക്ക് എത്ര വയസ്സ്? 14. നബിൽക്കാർക്കും വശം ഒന്നുമില്ല. ഇതാണ് ദീൻ. ഒരാൾക്കും കോളർ വെക്കാൻ അവസരം കൊടുക്കൂല. എന്തേ നബി അങ്ങനെ ചെയ്തത്? ആരും പറയില്ല. അതന്നെ ചിന്തിക്ക്. എന്നിട്ടോ ജയിച്ചു പോന്നു. അതേ സമയത്ത് ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള പട സെയ്ദിന്റെ പടയാ. അതാ സെയ്ദ് ഖുർആനിൽ പറയപ്പെട്ട സ്വഹാബി തോറ്റുപോന്നു. സെയ്ദ് തോറ്റുപോന്നു. സെയ്ദ് തോറ്റു ഷഹീദായി. പിന്നെ ഖാലിദ് രക്ഷപ്പെടുത്തി പോന്നു. അതേ സമയത്ത് ഈ സാധുവായ 14 വയസ്സുകാര കുട്ടി പോയിട്ട് ജയിച്ചു വന്നു. ജയവും തോൽവിയും ആരിലല്ല, എണ്ണത്തിലോ വണ്ണത്തിലോ അല്ല, ആരിലാണ്? അല്ലാഹുവിലാണ്. അതാണ് അബ്ദ് മനസ്സിലാക്കേണ്ടത്. അമാനത്തിനെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കുക. എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കുന്നു എന്ന് ചിന്തിക്കുക.
അതിനെങ്ങനെയൊക്കെ നമുക്ക് കഴിയുമോ അങ്ങനെ കഴിയും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. ആ പ്രയാസങ്ങളൊന്നും പ്രയാസമല്ല. അമാനത്ത് നിർവഹിക്കാൻ പ്രയാസം ഉണ്ടാവും, സുന്നത്ത് നിസ്കരിക്കാൻ പ്രയാസമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡോക്ടർക്ക് ബാങ്ക് കൊടുത്തിട്ട് വെള്ളിയാഴ്ച ബാങ്ക് കൊടുത്തിട്ടേ ഓടാൻ കഴിയുള്ളൂ. കാരണം അയാൾക്ക് എന്തുണ്ട്? അമാനത്തുണ്ട്. അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന പട്ടാളക്കാരൻ ഒരു മുസ്ലിം ആണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിലെത്താൻ നേരം വൈകും. അയാൾക്ക് എന്തുണ്ട്? അമാനത്തുണ്ട്. പെണ്ണിന് പലപ്പോഴും ഭർത്താവിൻ്റെ കാര്യത്തിലും പുരൻ്റെ കാര്യത്തിലും ശ്രദ്ധിച്ചിട്ട് നിസ്കരിക്കാൻ അതങ്ങോട്ട് യുദ്ധം ചെയ്തെടുക്കുക ചെയ്യുക. അവൾക്ക് ഭർത്താവുണ്ട്, മറ്റവൾക്ക് ഭർത്താവില്ല. അവൾ ഇങ്ങനെ 10 മണിക്ക് കാത്തിരിക്കൽ തുടങ്ങി. എന്തിന്? ബാങ്ക് കൊടുക്കാൻ. മറ്റോളോ നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ഓൾക്ക് ഭർത്താവുമില്ല, കുട്ടിയില്ല, ഒന്നുമില്ല. ഓള് 10 മണിക്ക് മുസല്ലട്ട് സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അലീം എന്നറിഞ്ഞ് നോക്കിയിരിക്കുക ഓള്. മറ്റോള് എന്നിട്ട് ഓള് ഇടക്കിടക്ക് വാച്ചിക്ക് നോക്കി പറയും, എൻ്റെ ഈ മുക്കിനേക്ക് ബാങ്ക് കൊടുക്കാനും ആയിട്ടില്ല. മറ്റോള് ബാങ്ക് കൊടുക്കാന്ന് കേൾക്കുമ്പോ പേടിയാ. എന്റെ പണിയൊന്നും ഇറങ്ങിയിട്ടില്ല, ഭർത്താവ് ഇപ്പൊ പേരും ഭക്ഷണം കൊടുക്കണം, കുട്ടികളപ്പുറത്ത് കയറിയ അപ്പുറത്ത് മാലിന്യുണ്ട് കിടക്കയില്, കുട്ടി മൂത്തിരിച്ചാണ്, അത് ലെവലാക്കിയിട്ടില്ല, ബജാറ്. പിന്നെ അവൾക്ക് നിസ്കരിക്കാനുണ്ടായപ്പോഴത്തിന് 3 മണിയായി. പഠിച്ചോനെ മാപ്പാക്കണം. നിസ്കരിച്ചു. ഓള നിസ്കാരത്തിന്റെ വില 10 മണിക്ക് കാത്തിരുന്നോളെ നിസ്കാരത്തിന്. ഉറക്കപ്പറയടാ, നിങ്ങൾക്ക് എങ്ങനെ പേടിക്കുന്നു? ഇല്ല. എന്തുകൊണ്ട്? അവളെ നിസ്കാരത്തിൽ ത്യാഗമുണ്ട്, മറ്റുള്ള നിസ്കാരത്തിൽ ത്യാഗമില്ല. തഖ്വ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം ത്യാഗത്തിനാണ്. എന്താ പറഞ്ഞത്? തഖ്വ കഴിഞ്ഞാൽ, അല്ലാഹുവിലുള്ള സൂക്ഷ്മത കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം ത്യാഗം. ഞാൻ അവസാനിപ്പിക്കാം. അമാനത്ത് നിർവഹിക്കണമെങ്കിൽ എന്ത് വേണം? ത്യാഗം വേണം. സുന്നത്ത് നിസ്കരിക്കണമെങ്കിൽ ത്യാഗം വേണ്ട. സുന്നത്ത് മുമ്പ് കൊടുക്കാൻ ത്യാഗം വേണ്ട. സദക്ക കൊടുക്കാൻ ത്യാഗം വേണ്ട. എന്നാൽ അമാനത്ത് നിർവഹിക്കാൻ ത്യാഗം വേണം. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. മനസ്സറിഞ്ഞ് എവിടെയൊക്കെയാണോ നമ്മൾ മാറ്റേണ്ടത് അവിടെ മാറ്റാനും തിരുത്താനും നമ്മൾ തയ്യാറാക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മൾ ആരും ഭയപ്പെടും. നിങ്ങൾ കണ്ടില്ലേ ഒരു ജനത, ആ ജനതയെ ഭയപ്പെട്ടില്ല അമേരിക്ക, ഒരു ഇറാനി ജനത. എന്തുകൊണ്ട്? അവർ മരിച്ചാലും വേണ്ടില്ല എന്ന് തീരുമാനിച്ചു. മരിച്ചാലും വേണ്ടില്ല എന്നൊരു കൂട്ടർ തീരുമാനിച്ചാൽ അവരെ തകർക്കാൻ ഒരാൾക്ക് കഴിയൂല, ഒരിക്കലും കഴിയില്ല. അവരെല്ലാവരും ഭയപ്പെടും. അമേരിക്കയുടെ ആഫീസ് പൂട്ടിയില്ലേ, തകർന്നില്ലേ, മാനം കെട്ടില്ലേ? ഈ ഉടുതുണിക്ക് മറുതുണില്ലാത്ത മനുഷ്യന്മാരെ മുന്നിൽ എന്തുകൊണ്ട് അവരെന്തിന് തയ്യാറാണ്? ത്യാഗം. 100 കൊല്ലം കൊണ്ട് പോർച്ചുഗീസുകാർ ഒഴിഞ്ഞു പോയത് എന്തുകൊണ്ട്? പറയടാ, എന്തുകൊണ്ട്? 4 ആളുടെ ത്യാഗം. കുഞ്ഞാലി 1-മൻ, കുഞ്ഞാലി 2-മൻ, കുഞ്ഞാലി 3-മൻ, കുഞ്ഞാലി 4-മൻ. കുഞ്ഞാലി 4-മനെ ഗോവയിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തെ കൊല്ലാനുള്ള ഉപകരണം അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ചുണ്ടാക്കി. എന്നിട്ട് പോർച്ചുഗീസുകാർ ചോദിച്ചു, നിങ്ങളെ കൊല്ലണമെന്നില്ല, നിങ്ങൾ ഞങ്ങളോട് മാപ്പ് പറഞ്ഞാൽ മതി. ഇല്ല, ഞാൻ എൻ്റെ രാജ്യത്തെ ഈ വൈദേശികാധിപത്യത്തിന് വിട്ടുകൊടുത്ത് ഞാൻ നിങ്ങളോട് മാപ്പ് പറയില്ല, എനിക്ക് മരണമാണ് ഇഷ്ടം. അവസാനം അവർ കൊന്ന് പീസാക്കി ഉപ്പിലിട്ട് സമുദ്രക്ക് അയച്ചു കൊടുത്തു. ആരെ? കുഞ്ഞാലി 4-മനെ ഉപ്പിലിട്ട് അയച്ചു കൊടുത്തു. എന്താ പറഞ്ഞേ? 4 മരക്കാന്മാർ ചോര ചിന്തിയത് കൊണ്ടാണടാ നമ്മളെ നാടായി നടക്കണത്. എന്താണ് വിചാരിച്ച്? 4 ആളുകൾക്കും അവരെ കൂടെയുള്ളവർക്കും അതിലെന്തുണ്ട്? ത്യാഗമുണ്ട്. ത്യാഗം. ത്യജിക്കാൻ തയ്യാറായാൽ ജീവിക്കാൻ കുതിച്ച ഒരു മനുഷ്യനും നന്നായിട്ടില്ല, മരിക്കാൻ കൊതിച്ച ഒരു മനുഷ്യനും പരാജയപ്പെടുത്തു. ചരിത്രം അവരെ അടയാളപ്പെടുത്തിയേ പോയി. ആരാണെങ്കിലും ചരിത്രം അവരെ അടയാളപ്പെടുത്തി. എന്തുകൊണ്ട്? മരിക്കാൻ മടിയില്ല. ഒരു കാലം വരും, ആ കാലത്ത് ജനങ്ങൾ നിങ്ങളെ വലിച്ചു വാരി തിന്നും. നിങ്ങളെപ്പറ്റി ഒരു ബഹുമാനം ആർക്കും ഉണ്ടാവില്ല. ഞങ്ങൾ എണ്ണത്തിൽ കുറവാകുമോ? ഇല്ല, എണ്ണത്തിൽ കുറവാവില്ല. നിങ്ങൾ എണ്ണത്തിൽ ധാരാളം ഉണ്ടായിരിക്കും.
ബാധിക്കും. പക്ഷേ വലയഖ്ദിഫന്ന ഫീ ഖുലൂബിക്കുമുൽ വഹൻ, നിങ്ങൾക്ക് വഹൻ എന്നൊരു രോഗം ബാധിക്കും. അപ്പോൾ സ്വഹാബികൾ തമ്മിൽ നോക്കി ഫമൽ വഹനു യാ റസൂലല്ലാഹ്, എന്താണ് നബി അങ്ങനെ ഒരു രോഗം? ഖാല ഹുബ്ബുദ് ദുനിയ വകറാഹിയത്തുൽ മൗത്ത്. വഹൻ എന്നാൽ ഹുബ്ബുദ് ദുനിയ, ഭൗതിക പ്രമത്തത, വകറാഹിയത്തുൽ മൗത്ത്, മരിക്കാനുള്ള പേടിയും. മരിക്കാൻ പേടിയുള്ള ഒരു ജനതയെ ഒരാളും അടിമപ്പെടുത്താതിരിക്കില്ല. മരിക്കാൻ പേടിയില്ലാത്തൊരു ജനതയെ 21-ാം നൂറ്റാണ്ടിലും ആരും അടിമപ്പെടുത്താതിരിക്കുന്നത് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടു. അൽ ഫാത്തിഹ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم إياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين.